ഒരു ദിവസം പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് മക്കളായ ബാവഹാജിയോടും ലത്തീഫാജിയോടും പറഞ്ഞു, ഇപ്പം ഒരു ഉംറക്ക് പോകണം ബാവ, ഇപ്പം തന്നെ ഉംറക്ക് പോകണം. രണ്ട് മക്കളും ഒരുമിച്ച് പറഞ്ഞ ചരിത്രം ഞാൻ നിങ്ങളെ കേൾപ്പിക്കുക. ഉപ്പ എന്താണോ പറഞ്ഞത് അത് അതേപടി നടപ്പിലാക്കുന്ന മക്കളാണല്ലോ രണ്ടുപേരും. അന്നും ഇന്നും ആ ബറക്കത്ത് അവർ രണ്ടിലും മക്കളെ പരമ്പരയിലും അള്ളാഹു നിലനിർത്തുമാറാവട്ടെ. പാസ്പോർട്ട് എടുത്തു, ഉംറ വിസ അടുപ്പിക്കുന്നതിന് വേണ്ടി ഏർപ്പാടുകൾ ചെയ്തു. ഒരാഴ്ച കൊണ്ട് വിസ അടിച്ചൊക്കെ റെഡിയായി കിട്ടി. കുണ്ടൂർ ഉസ്താദും രണ്ട് മക്കളും മക്കത്തുൽ മുക്കറമയിലെത്തി. പരിശുദ്ധ കഅബ ശരീഫിൽ ഉംറ നിർവഹിച്ച് ധാരാളമായി കരഞ്ഞ് ദുആ ചെയ്ത ശേഷം പറഞ്ഞു, ഇപ്പോൾ മാലിക്കി തങ്ങളെ കാണണം. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി റഹ്മത്തുള്ളാഹി അലൈഹി ബഹുമാനപ്പെട്ടവരെ കാണണം. അതിനു വേണ്ടി ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളുടെ വീട്ടിലെത്തി. ആ വീട്ടിൽ വളരെ പ്രധാനപ്പെട്ട രണ്ട് മജ്ലിസ് നടക്കും എപ്പോഴും. ഒന്ന് ബുർദയുടെ മജ്ലിസ്, മറ്റൊന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ബുഖാരി ഷരീഫിൻ്റെ പാരായണ മജ്ലിസ്. അവിടെ ചെന്ന് മാലിക്കി തങ്ങളെ കണ്ടു. രണ്ട് പേരും മുസാഫഹത്ത് ചെയ്ത് മുആനഖത്ത് ചെയ്ത് ഇരുന്ന് ഏറെ നേരം അങ്ങനെ രണ്ടു പേരും സംസാരിച്ചിരിക്കുന്ന മധ്യേ ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങൾ കുണ്ടൂർ ഉസ്താദിനോട് അവിടുത്തെ പിതാക്കളുടെ പരമ്പര ചോദിച്ചു. ആ പരമ്പര ചോദിച്ചപ്പോൾ വാപ്പ, അവിടുത്തെ വാപ്പ, അവിടുത്തെ വാപ്പ, അവിടുത്തെ വാപ്പ, 6 വാപ്പമാരുടെ പേര് കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് പൂർത്തിയായപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് മാലിക്കി തങ്ങൾ അങ്ങ് എഴുന്നേറ്റ് നിന്നു. രണ്ടു പേരും ആ നൃത്തത്തിൽ ഒരു വല്ലാത്തൊരു രംഗം, രണ്ട് മക്കളും പറയാണ്, വല്ലാത്ത ഒരു രംഗം. രണ്ടാളും അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാ. ആ മധ്യേ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളോട് പറഞ്ഞു, സനറാക ഫിൽ ജന്ന, നമുക്ക് ഇൻഷാ അല്ലാ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം, നമുക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാം. അതൊരു വല്ലാത്ത വാക്ക്, ആർക്കും മനസ്സിലാകുന്നില്ല. ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങൾ മാലിക്കിയുടെ ആ ത്വരീഖത്ത്, ആ ത്വരീഖിൽ സഞ്ചരിക്കണം എന്ന് അവർ രണ്ടുപേരും അവിടെ നിന്ന് മദീന മുനവ്വറയിൽ പോയി. മദീന മുനവ്വറയിൽ ചെന്ന് സിയാറത്തുകളൊക്കെ കഴിഞ്ഞ് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് നാട്ടിൽ തിരിച്ചെത്തി. എന്താണ് മാലിക്കിയുടെ വീട്ടിൽ നടക്കുന്ന ആ ത്വരീഖ്, ആ മാർഗം ഏതാണ്? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൽമിൻ്റെ പ്രചരണാർത്ഥം നടക്കുന്ന, മുത്തുനബിയുള്ള മഹബത്തിനാൽ നടക്കുന്ന ബുഖാരി ദർസാണ്. ആ ബുഖാരി ദർസ്, ആ സിയാറത്ത് കഴിഞ്ഞ് മാലിക്കി തങ്ങളെ സമ്മതപ്രകാരം ആ വരവ് ഇവിടെ വന്നുകൊണ്ട് ബുഖാരി ദർസ് ആരംഭിക്കാൻ തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ്, അള്ളാഹുവേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ഉസ്താദിനോട് പറഞ്ഞു ഇവിടെ ബുഖാരി ദർസ് ആരംഭിക്കണം. വ്യാഴാഴ്ച അസർ നിസ്കാരാനന്തരം ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ ഇവിടെ ബുഖാരി ദർസ് ആരംഭിച്ചു. ആ ദർസ് ബഹുമാനപ്പെട്ട സുലൈമാ ഉസ്താദിൻ്റെ ദർസിൽ ഒരു മുതഅല്ലിമിനെ പോലെ വളരെ താഴ്മയിൽ, വളരെ വിനയത്തിൽ കുണ്ടൂർ ഉസ്താദും ആ ദർസ് ഇങ്ങനെ കേട്ട് ഇരിക്കും. സുബ്ഹാനല്ലാഹ്. ആ ദർസ് അവസാനിക്കുമ്പോൾ അതിൻ്റെ അവസാനം യാ അക്രമ ബൈത്ത് ചൊല്ലിക്കൊണ്ടാണ് അത് അവസാനിപ്പിക്കുക. അത് അന്ന് മുതൽ തുടങ്ങിയിട്ട് ഒരു ദിവസം മുടങ്ങാതെ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച വരെ അത് നടന്നു. ആ ദർസിൽ മിനിഞ്ഞാന്ന് വ്യാഴാഴ്ച ആ ദർസ് ഇങ്ങനെ നടക്കുമ്പോൾ ഉറൂസ് മുബാറക്കിൻ്റെ ആരംഭത്തിന് വന്നെത്തിയ എല്ലാ പ്രധാനപ്പെട്ട ആലിമീങ്ങൾ, നേതാക്കളെല്ലാം ഇന്നലെ മിനിഞ്ഞാൻ ഈ വ്യാഴാഴ്ച നടന്ന ദർസിൽ സംബന്ധിച്ചു. ആ ദർസിൻ്റെ അവസാനത്തിൽ ബുറുദയുടെ അവസാനത്തെ മുനാജാത്ത് ബൈത്ത് ചൊല്ലിക്കൊണ്ട് അതന്ന് ആരംഭിച്ചത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദിൻ്റെ ഹയാത്ത് കാലത്ത് തുടങ്ങിയത് ഇന്നും അത് അതേപോലെ തുടരുന്നു എന്ന് മാത്രമല്ല,
ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് പിന്നീട് അന്നൊക്കെ ഇവിടുത്തെ സംഘടനാപരമായ ചില പ്രശ്നങ്ങളാൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന മുദരിസുമാരെ അകാരണമായി അസമയത്ത് പിരിച്ചുവിടുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. 40ഓളം കുട്ടികളുള്ള ഒരു മുദരിസ്, അദ്ദേഹത്തെ കമ്മിറ്റിക്കാർ പിരിച്ചുവിട്ടത് രാത്രി 10 മണിക്ക് ശേഷം 11:30 വരെ മീറ്റിംഗ് ചേർന്നിട്ട് നട്ടപ്പാതിരാക്കി ഇപ്പം പിരിച്ചുവിടുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള പിരിച്ചുവിടലൊക്കെ നടക്കുന്ന ഒരു കാലം. ഏത് മുദരിസിനെ പിരിച്ചുവിട്ടാലും കുണ്ടൂർ ഉസ്താദിനെ വിളിച്ചാൽ പറയും കുട്ടികളെയും കൂട്ടി ഇങ്ങോട്ട് പോരും. ഇവിടെ ദർസ്, വീട്ടിൽ ദർസ്, ഒഴിവുള്ള സ്ഥലത്തൊക്കെ ദർസ്. ഒരേ സമയത്ത് ഇവിടെ അവിടെ 8 കുട്ടികളും ഉസ്താദും, ഇവിടെ 10 കുട്ടികളും ഉസ്താദും, അവിടെ 25 കുട്ടികളും ഉസ്താദും. അവർക്കൊക്കെ ഭക്ഷണം, അവർക്കൊക്കെ ഇവിടെ താമസം, അവർക്കൊക്കെ ഉള്ള സൗകര്യം അതെല്ലാം കുണ്ടൂർ ഉസ്താദ് ഇങ്ങനെ നടത്തിയിട്ട് പിന്നീട് ഒരാഴ്ച, 2 ആഴ്ച, 1 മാസം ഒക്കെ ഒരു മുദരിസിൻ്റെ ദർസ് പടം ഇങ്ങനെ നടക്കും. അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും പള്ളിക്കൊക്കെ ദർസിന് ആളെ വേണമെന്ന് പറയുമ്പോൾ ഒരാളെ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അവിടെ എത്ര കുട്ടികൾ വേണം, ഉസ്താദ് ആ കുട്ടികളെയും കൂട്ടിയിട്ട് പോകും. കുണ്ടൂർ ഉസ്താദ് പോയിട്ട് അവിടെ ദർസ് തുടങ്ങി കൊടുക്കും. വേറൊരു സ്ഥലത്ത് 40 കുട്ടികൾ വേണം, അവിടെ മുദരിസിനെയും കൂട്ടി പോകും, അവിടെ കൊണ്ടിട്ട് തുടങ്ങി കൊടുക്കും. അങ്ങനെ ഉസ്താദ് ഇൽമിനെ സ്നേഹിച്ചു മാത്രമല്ല നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാം എന്ന് പറഞ്ഞ ആ വാക്ക് പുലരുന്ന വാർത്ത അത് കഴിഞ്ഞ് 3-4 മാസങ്ങൾക്കകം ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്താവുകയാണ്. അതാണ് പറഞ്ഞത് അവിടുന്ന് നമുക്ക് സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന്. ആ കണ്ടുമുട്ടുന്നതിനുള്ള മാർഗം അതിങ്ങനെ നമുക്ക് ആ ഒരു സബീലിൽ അവർ 2 പേരും ഒരുമിച്ച് നിൽക്കേണ്ടത് ഏതാണ്? അല്ലാഹു റബ്ബി, മുത്തനബിയുടെ മദ്ഹ്, ബുർഉദ്ദ. പിന്നീട് അബ്ബാസ് മാലിക്കി തങ്ങൾ ഇവിടെ വന്നു. അബ്ബാസ് മാലിക്കി തങ്ങൾ വന്നിട്ടാണ് പിന്നെ യാ അക്രമ മാത്രമല്ല ആ ബുറുദ മുഴുവനും ചൊല്ലുന്ന ആ ഒരു രീതിയിലേക്ക് വന്നത്. പിന്നീട് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് കേരളത്തിൽ എന്നല്ല മലയാളി മുസ്ലിങ്ങൾ താമസിക്കുന്നിടത്ത് യാത്ര ചെയ്ത് പോകാൻ പറ്റാവുന്ന എല്ലാ സ്ഥലത്തും എത്തി. മദ്രാസിലെത്തി, വിജയവാഡ എത്തി, ദുബായിലെത്തി, അബുദാബിയിലെത്തി. അവിടെ എല്ലാം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ബുർദ സ്ഥാപിച്ചു. അങ്ങനെ ബുർദയുടെ ഒരു വല്ലാത്ത മഹബത്ത് വളർന്നു വരുന്ന തലമുറയിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ട് ഹബീബുനാ റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദിനെ മഹബത്ത് വെക്കുന്ന മുഹബ്ബീങ്ങളെ ഒരുപാട് ഉദ്ഘാടനം നമ്മൾ കണ്ടിട്ടും കേട്ടിട്ടും അനുഭവിച്ചിട്ടും ഉണ്ട്. തുല്യതയില്ലാത്ത ഒരു ഉദ്ഘാടനം അല്ലാഹു തആല നടത്തിയിട്ടുണ്ട്. അതേതാണ്? ലോകത്തിന് മുഴുവനും മണ്ണും വിണ്ണും കടലും കരയും സചേതന അചേതന വസ്തുക്കൾക്കെല്ലാം സമാധാനത്തോടുകൂടെ ജീവിതം നയിക്കാൻ അള്ളാഹു നൽകിയ ഭരണഘടന വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ലോകത്ത് ഇഖ്റ ഓതിക്കൊണ്ടിരിക്കുക, ഇഖ്റ വായിച്ചുകൊണ്ടേയിരിക്കുക, ഇഖ്റ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുക, ഇഖ്റ. അങ്ങനെ ഒരു ഉദ്ഘാടനം ലോകത്ത് വിശുദ്ധ ഖുർആനാകുന്ന ഭരണഘടന അല്ലാതെ മറ്റൊന്നിനും അത്തരം ഒരു ഉദ്ഘാടനം കാണുകയില്ല. ഇൽമു കൊണ്ട് ജോലിയാവുക, ഇൽമു കൊണ്ട് ജോലിയാവുക, ഇഖ്റ ഓതുക. അതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്ത് നിങ്ങൾ എടുത്തു നോക്കൂ, ലോകത്തെ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥം ഏത് എന്ന് ചോദിച്ചാൽ അത് ഖുർആൻ മാത്രമായിരിക്കും. ഖുർആന് പോലെ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, ചെറുപ്പ വലിപ്പ വ്യത്യാസമില്ലാതെ, അറബി അനറബി വ്യത്യാസമില്ലാതെ ലോകത്ത് മുഴുവനും 24 മണിക്കൂറും പാരായണം നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു ഗ്രന്ഥം ലോകത്തുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ്. ഇഖ്റ ഓതിക്കൊണ്ടേയിരിക്കുക, ഇഖ്റ വായിക്കുക, ഇഖ്റ പഠിക്കുക, ഇഖ്റ ഓതുക, ഇഖ്റ പാരായണം ചെയ്യുക. ആ ഉദ്ഘാടനം നിങ്ങൾ കണ്ടോ? ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് അതിൻ്റെ ആ ഒരു ഉദ്ഘാടനത്തിൻ്റെ തുടർന്നുള്ള ഈ ദർസ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഒരു കുട്ടി അപ്പുറത്തെ തഫ്സീർ ഓതുന്നു, ഒരു കുട്ടി ഹദീസ് ഓതുന്നു, ഒരു കുട്ടി ഫിഖ് ഓതുന്നു, ഒരു കുട്ടി ഉസൂലുൽ ഫിഖ് ഓതുന്നു, ഒരു കുട്ടി തസവുഫിൻ്റെ കിതാബ് ഓതുന്നു, ഒരു കുട്ടി താരീഖിൻ്റെ കിതാബ് ഓതുന്നു. ഓതിക്കൊണ്ടേ ഇരിക്കുകയാണ്. ദർസുള്ള പള്ളിയും ദർസില്ലാത്ത പള്ളിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഡോക്ടർ ഉള്ള ഹോസ്പിറ്റലും ഡോക്ടർ ഇല്ലാത്ത ഹോസ്പിറ്റലും പോലെയാണ്. ഒരു സ്പെഷ്യലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഡോക്ടർ ഉണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ എപ്പോഴും രോഗികളും ആളുകളും വന്നുകൊണ്ടേയിരിക്കും എന്ന പോലെയാണ് ദർസുള്ള പള്ളിയിൽ മലക്കുകളും മനുഷ്യരും ഒരുപോലെ. അല്ലാഹു റബ്ബി, വിശുദ്ധ ഖുർആനെ നിങ്ങൾ ഓർത്തു നോക്കൂ. ലോകത്തെവിടെയാണ് ഖുർആൻ പാരായണം നടക്കാത്തത്?
ലോകത്തെവിടെയാണ് ഖുർആൻ പാരായണം നടക്കാത്തത്? ഏതെല്ലാം രൂപത്തിൽ ഖുർആൻ നമ്മുടെ കേരളത്തിൽ സമസ്ത അതിൻ്റെ 100 പ്രകാശ വർഷമാണ് ഇപ്പോൾ സമസ്ത ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമസ്തയുടെ 100-ാം വാർഷികം. ആ 100-ാം വാർഷിക സമസ്ത എന്താണ് ഇവിടെ പ്രകാശിപ്പിച്ചത് എന്ന് ചിലരൊക്കെ ചോദിക്കാറുണ്ട്. നിങ്ങൾ ഓർത്തു നോക്കണം, രാവിലെ എഴുന്നേറ്റിട്ട് നമ്മുടെ വീട്ടിൻ്റെ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ഇരുന്നാൽ നഗരത്തിലോ പട്ടണത്തിലോ ഗ്രാമത്തിലോ കുഗ്രാമത്തിലോ വ്യത്യാസമില്ലാതെ 3.5 വയസ്സായ കുഞ്ഞു മുതൽക്ക് അങ്ങോട്ട് കുട്ടികളിങ്ങനെ ചെറുതും വലുതുമായ 1-ാം ജുസ് മുസാഫ് മുതൽ 30 ജുസ് മുഴുവനുമുള്ള മുസാഫും കയ്യിൽ പിടിച്ചുകൊണ്ട് കുട്ടികളിങ്ങനെ പോകുന്ന കാഴ്ച കാണാം. അങ്ങനെ നമ്മുടെ കേരളത്തിൽ ആയിരക്കണക്കായ മദ്രസകളിൽ ലക്ഷക്കണക്കായ കുഞ്ഞുങ്ങൾ യാ റബ്ബ് യാ റബ്ബ് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സൂറത്തുൽ ഫാത്തിഹ ഹിയ സബ്ഉൽ മസാനി. തൗറാത്തിലോ ഇഞ്ചീലിലോ ഖുർആനിലോ സബൂറിലോ അള്ളാഹുവിൻ്റെ കലാമായി ഇറക്കപ്പെട്ട ഒന്നിലും അത്ര ശ്രേഷ്ഠമായ മറ്റൊരു രാജവചനം, അത്ര ശ്രേഷ്ഠമായ മറ്റൊരു സൂറത്തില്ല. അതാണ് സൂറത്തുൽ ഫാത്തിഹ. മൻ ഫുത്തിഹത്തി ലിസാനുഹു ബിഫാത്തിഹത്തിൽ കിതാബ്. ആരുടെ നാവിൽ ഫാത്തിഹയോ അധികമായി ഫാത്തിഹ ഇങ്ങനെ ഓതാൻ ആർക്ക് ഭാഗ്യം ലഭിച്ചോ അവന് സ്വർഗവാതിൽ തുറക്കപ്പെടും, നരകവാതിൽ അടക്കപ്പെടും. നരകത്തിൻ്റെ വാതിൽ 7, ഫാത്തിഹയുടെ ആയത്ത് 7. ഈ 7 കൊണ്ട് ആ 7-നെ കാത്തോ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഫാത്തിഹ നമ്മുടെ കൊച്ചു മക്കളിങ്ങനെ ഓതാൻ ലക്ഷക്കണക്കിന് കുട്ടികൾ രാവിലെ സുബഹയ്ക്ക് എഴുന്നേറ്റുകൊണ്ട് അല്ലാഹു റബ്ബി. ആ സമയത്ത് ആ കുട്ടിയെ അയക്കുന്ന ഉമ്മ, ആ കുട്ടിയെ അയക്കുന്ന വാപ്പ വീട്ടിൽ ഖുർആനോത്ത്. ആരെല്ലാമാണ് ഖുർആൻ ഓതുന്നത്? കണ്ണ് കാണുന്നവരും കാണാത്തവരും, ചെവി കേൾക്കുന്നവരും കേൾക്കാത്തവരും, ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും, വെന്റിലേറ്ററിൽ കിടക്കുന്നവരും ICUവിൽ കിടക്കുന്നവരും പട്ടുമെത്തയിൽ കിടക്കുന്നവരും വ്യത്യാസമില്ലാതെ ദിവസവും ഓതിക്കൊണ്ടിരിക്കുന്നത് ഓതിക്കൊണ്ടേയിരിക്കണം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഖുർആന്റെ പാരായണം നിങ്ങൾ നോക്കൂ. ലോകത്ത് ഖുർആൻ മനഃപ്പാടമാക്കുന്നത് പോലെ മുഴുവനുമായി മനഃപ്പാടമാക്കുന്ന ഇന്ത്യൻ ഭരണഘടന മുഴുവനും മനഃപ്പാടമുള്ള ഒരാളും ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിപ്പില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു ആർട്ടിക്കിൾ ലോക കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അതിന് ഹാജരാകേണ്ട ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും ഭരണഘടനാ വിദഗ്ധൻ ഡോക്ടർ N.A. പാൽക്കിവാല സാറിന് പോലും വിശുദ്ധമായ നമ്മുടെ ഖുർആനെ വെച്ച് നോക്കുമ്പോൾ ആ ഭരണഘടന മനഃപ്പാടമുള്ള ഒരാളും ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. ഭഗവത്ഗീത മുഴുവനും മനഃപ്പാടമുള്ള ആരും ജീവിച്ചിരിപ്പില്ല. ബൈബിൾ മുഴുവനും അക്ഷരം പ്രതി മനഃപ്പാടമുള്ള ഒരാളും ജീവിച്ചിരിപ്പില്ല. അതേ സമയത്ത് 2 കണ്ണിനും കാഴ്ചയില്ലാത്ത 7 വയസ്സായ കുട്ടി മുതൽക്ക് പാകിസ്ഥാനിൽ ജീവിച്ചിരിക്കുന്ന 115ാമത്തെ വയസ്സിലെത്തിയിരിക്കുന്ന വയോവൃദ്ധനടക്കം കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഖുർആൻ 30 മനഃപ്പാടമാക്കിയത് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അതിങ്ങനെ ആവർത്തിച്ച് ഒരു ദിവസം എത്ര പ്രാവശ്യം ഓതിക്കൊണ്ടിരിക്കുന്നു? അതിൻ്റെ ഒരു ചിട്ടയനുസരിച്ച് ദിവസവും ഖുർആൻ ഓതി ഖത്തം തീർക്കുക. 3 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുക. 7 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കുക. ബഹുമാനപ്പെട്ട ആഷിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആനും ആ വിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനങ്ങളാകുന്ന ശരീഅത്തിന്റെ അഹ്കാമുകളും പഠിപ്പിക്കുന്ന ദർസ് ആരംഭിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു വിപ്ലവം സാധ്യമാക്കി. ഇതിൻ്റെ പരിസരത്ത് ഉസ്താദ് സ്ഥാപിച്ചിരിക്കുന്ന പള്ളികളെല്ലാം ദർസോട് കൂടെ നിലനിർത്തി. ചെറിയ പള്ളിയായാലും വലിയ പള്ളിയായാലും ഉസ്താദിൻ്റെ വഫാത്തിന് ശേഷം മക്കൾ ചേർന്ന് അവിടുത്തെ മുഹബ്ബീങ്ങൾ ഈ മക്കാമിൻ്റെ പരിസരത്ത് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയാൽ 1 ഡസൻ പള്ളിയുണ്ട്. 1 ഡസനിലധികം പള്ളികളുണ്ട്. ആ പള്ളികളിലെല്ലാം പ്രിയപ്പെട്ട സഹോദരന്മാരെ നിങ്ങൾ ഓർത്തു നോക്കണം. നമ്മൾ ഓർക്കണം, ബാപ്പ കാണിച്ചെന്ന അതേ മാർഗത്തിൽ മക്കൾ നിലനിർത്തിക്കൊണ്ട് ഈ മുഹബ്ബീങ്ങളായ നാം എല്ലാം നമ്മുടെ നാടുകളിലെല്ലാം ഇശാ മഗ്‌രിബിനടക്കം നടന്നിരുന്ന പഴയ കാലത്തെ മുത്തഫരിദ് ഓതുന്ന ദർസ്, അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും പുറം നാട്ടുകാരുമായ കുട്ടികൾ ഓതിക്കൊണ്ടിരിക്കുന്ന ദർസ്, ആ ദർസുകളുടെ കുറച്ചുകൂടി സൗകര്യപ്പെടുന്ന രൂപത്തിൽ ഇന്ന് സ്ഥാപിതമായിരിക്കുന്ന നമ്മുടെ ദഅവ കോളേജുകൾ നമ്മുടെ മലപ്പുറം ജില്ലയിലും നമ്മുടെ കേരളത്തിലും നിങ്ങളിങ്ങനെ ഓർത്തു നോക്കൂ, എത്രയാണ് കോളേജുകൾ. അവിടെ എല്ലാം നടക്കുന്നത് ദർസാണ്. പേര് കോളേജാണ്. കോളേജ് എന്ന രീതിയിൽ ആ കോളേജുകളിലൊക്കെ നടക്കുന്നത് വ്യവസ്ഥാപിതമായിരിക്കുന്ന ദർസുകളാണ്. ആ ദർസുകൾ നിലനിർത്തുന്നതിൽ ബഹുമാനപ്പെട്ട
ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് വഹിച്ചിരിക്കുന്ന പങ്ക് എത്രയാണെന്ന് പറയാം, അത്ര വലിയ മാതൃകാപരമാണ്. മുഹിബ്ബീങ്ങളെ, നമ്മുടെ നാടുകളിലൊക്കെ ദർസ് നിലനിർത്താൻ, നമ്മുടെ നാടുകളിലൊക്കെ മദ്രസ നിലനിർത്താൻ, നമ്മുടെ നാടിലൊക്കെ ഉള്ള എല്ലാ ഉമറാക്കളും ഉലമാക്കളും ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മബംഗന്മാർ നമ്മുടെ നാട്ടിലെ മദ്രസകളെ, നമ്മുടെ നാട്ടിലെ ദർസുകളെ, നമ്മുടെ നാട്ടിലെ ദഅവ കോളേജുകളെ, നമ്മുടെ നാട്ടിലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജുകളെ, നമ്മുടെ നാട്ടിലുള്ള ഒട്ടേറെ ദർസുകളിൽ അതിനെല്ലാം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നമ്മുടെ ഉത്സാഹം, കുണ്ടൂർ ഉസ്താദിനുള്ള മഹബത്ത്, അത് അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ അവിടത്തോടുള്ള മഹബത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പ്രചരിപ്പിച്ചത്, ലോകവ്യാപകമായി ഇസ്ലാം എത്തിച്ചേർന്നത്, മദീന പ്രദേശം ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി, ഒരു സൊസൈറ്റിയായി രൂപപ്പെട്ടത്, അതിൻ്റെ ഒക്കെ തുടക്കം എങ്ങനെയാണ്? മദീനത്ത് റസൂലുള്ളാഹി തങ്ങൾ എത്തിയിട്ട് 70 മുഴം നീളത്തിലും 70 മുഴം വീതിയിലും 70 മുഴം നീളത്തിലുമുള്ള ഒരു ഇടം, ഒരു ചെറിയ സ്ഥലം ബനു നജ്ജാർ കബീലക്കാരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടം ചെയ്തു. അത് പള്ളിക്ക് വേണ്ടി എടുത്തു. അതിൻ്റെ പള്ളിയുടെ പണി അപ്പം തന്നെ തുടങ്ങി. ഒരു വിഭാഗം സ്വഹാബാക്കൾ മണ്ണ് കളക്കുന്നു, മറ്റൊരു വിഭാഗം സ്വഹാബാക്കൾ മണ്ണ് വാരി അപ്പുറത്തേക്ക് ഇടുന്നു. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനെ പോലത്തെ യുവാക്കൾ ഓടിപ്പോയി ഈത്തപ്പന മരം മുറിക്കുന്നു. ഓല ചുമന്ന് ഒരു വിഭാഗം കൊണ്ടുവരുന്നു. ബഹുമാനപ്പെട്ട അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹുവിനും മുസ്അബ് തങ്ങളും ഈത്തപ്പനയുടെ തടിമരം ചുമലിൽ വെച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോഴാണ് മണ്ണിങ്ങനെ കോരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വഹാബാക്കൾ ഇങ്ങനെ നടക്കുന്നത്. ആ നടക്കുന്ന കൂട്ടത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മണ്ണിൻ്റെ കൊട്ട, ചേളക്കൊട്ട എന്നാ പണ്ട് ഉസ്താദന്മാർ മഴ വെച്ച് തന്നത്. അതേതാ കൊട്ട? ഈത്തപ്പനയുടെ ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയിട്ട് മണ്ണിങ്ങനെ വാരിയാൽ ആ ഈത്തപ്പനയുടെ ഓലയുടെ ഇടയുടെ മണ്ണിങ്ങനെ ശരീരത്തിലേക്ക് ഒഴുകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മണ്ണ് ചുമന്നിങ്ങനെ നടക്കുമ്പോൾ ചുവപ്പ് നിറത്തിൽ വെളുപ്പ് നിറം കലർന്ന മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും മണ്ണിൻ്റെ കളറായിട്ട് ദൂരെ നിന്ന് അമ്മാർ ഇബ്നു യാസിർ തങ്ങൾ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. ചുമലിലുള്ള ആ ഈത്തപ്പന തടി അത് താഴെ ഇട്ടിട്ട് ബഹുമാനപ്പെട്ടവർ ഓടി വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങൾ ഈ മണ്ണിൻ്റെ കൊട്ട എടുക്കുന്നത് കണ്ട് സഹിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അമ്മാറെ, നിങ്ങൾ വിഷമിക്കണ്ട. ബഹുമാനപ്പെട്ട അമ്മാർ തങ്ങൾ പറഞ്ഞു, നബിയേ, 2 കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം. ഒന്ന് തങ്ങൾക്ക് വേണ്ടിയും ഒന്ന് എനിക്ക് വേണ്ടിയും. ഞാൻ ആരോഗ്യമുള്ള ആളല്ലേ, 2 കൊട്ട മണ്ണ് ഞാൻ എടുത്തോളാം. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നുണ്ട്, അമ്മാറെ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? ബസറയിൽ നിന്ന് ഈത്തപ്പഴത്തിൻ്റെ കൊട്ട മാർക്കറ്റിൽ വന്നിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു വെക്കുന്നത് പോലെയാണ് ഈ കാണുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങൾ 2 കൊട്ട മണ്ണെടുത്താൽ അതുകൊണ്ട് നിങ്ങളെ ഖബറിലേക്ക് നിങ്ങൾ പോകും, എൻ്റെ ഖബറിലേക്ക് ഞാനല്ലേ പോകേണ്ടത്. അതുകൊണ്ട് എൻ്റേത് ഞാൻ തന്നെ എടുക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊക്കെ നല്ല പോലെ ഉൾക്കൊണ്ട കുണ്ടൂർ ഉസ്താദ് നമ്മുടെ നാട്ടിൻ്റെ പരിസരത്ത് ഇങ്ങനെ ചോദിച്ചു നോക്കൂ, നാട്ടുകാരോട് ചോദിച്ചു നോക്കൂ, അനുഭവിച്ചവരോട് ചോദിച്ചു നോക്കൂ. ഉസ്താദ് ഈ ഭാഗങ്ങളിലൊക്കെ സുബ്ഹാനല്ലാഹ് പള്ളിപ്പണി നടക്കുമ്പോൾ ഉസ്താദും ഒരു പണിക്കാരനാണ് ആ കൂട്ടത്തിൽ, റോഡ് പണി നടക്കുമ്പോൾ ഉസ്താദും ഒരു ജോലിക്കാരനാണ് ആ കൂട്ടത്തിൽ എന്ന് തോന്നിപ്പോകുമാർ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് വിനയത്തോടെ, സഹനത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ ഒപ്പത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് മുത്തുനബിയുടെ ജീവിതം നമുക്കിങ്ങനെ കാണിച്ചു തന്ന ആളാണ് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ്. മുഹിബ്ബീങ്ങളെ, ഈ പരിശുദ്ധ റബീഉന്റെ പൊന്നമ്പിളി മാനത്ത് കണ്ടു എന്ന് മാസം ഉറപ്പിച്ചിരിക്കുന്ന ഈ സമയത്ത് മുഹിബ്ബീങ്ങളായ നാം കുണ്ടൂർ ഉസ്താദിന്റെ വഴി സ്വീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മാലിക്കി തങ്ങളെ വഴിയിൽ ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് സഞ്ചരിക്കുന്നു. കുണ്ടൂർ ഉസ്താദിന്റെ വഴിയിൽ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തീർച്ചയായും ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട്, ആലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, മുതഅല്ലിമീങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, പള്ളി മദ്രസകളെ സ്നേഹിച്ച് ബഹുമാനിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ കിതാബുകൾക്ക് അർഹമായ ആദരവുകൾ നൽകിക്കൊണ്ട്, അങ്ങനെ അള്ളാഹു മഹബത്ത് വെച്ചതിനെ മഹബത്ത് വെച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ മഹബത്ത് വെച്ചതിനെ മഹബത്ത് വെച്ച്, അള്ളാഹു ആദരിച്ചതിനെ ആദരിച്ച്, അള്ളാഹുവിൻ്റെ റസൂൽ ആദരിച്ചതിനെ ആദരിച്ച്, ഇസ്ലാമിൻ്റെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് മാത്രം
നമ്മുടെ ഈമാനെ ശക്തിപ്പെടുത്തിയെങ്കിൽ നമുക്ക് ആഖിറം രക്ഷപ്പെടുകയുള്ളൂ. ബിദ്അഈ കക്ഷികൾ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ ആധുനിക കക്ഷികൾ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാർ പറയുന്നത് കേട്ട്, അല്ലെങ്കിൽ മതത്തിൻ്റെ ആളുകളാണെന്ന് പറയുന്നവർക്ക് തന്നെ മതത്തിൻ്റെ പല കാര്യങ്ങളോടും അവജ്ഞയും പുച്ഛവുമുള്ള ആളുകൾ പറയുന്നത് കേട്ട് നമ്മുടെ അഖീദയിൽ നിന്ന്, നമ്മുടെ മഹബ്ബത്തിൽ നിന്ന്, തഅളീം എന്നത് വേറെ കാര്യമാണ്, ഇബാദത്ത് എന്നത് വേറെ കാര്യമാണ്. പരിശുദ്ധ ദീൻ പഠിക്കുന്ന നമുക്കറിയാം ഖുർബത്ത് എന്താണ്, താഴത്ത് എന്താണ്, ഇബാദത്ത് എന്താണ്, ബഹുമാനം എന്താണ്, മഹബ്ബത്ത് എന്താണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദീനിൽ നമുക്ക് മഹബ്ബത്ത് വെച്ചതിനെ നാം മഹബ്ബത്ത് വെക്കണം. അതാണ് നമുക്ക് വേണ്ടത്. ആ മഹബ്ബത്തിൽ നാം എപ്പോൾ പുറകോട്ട് പോകുന്നുവോ തീർച്ചയായും നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായും ഈമാൻ കാത്തു സൂക്ഷിക്കാൻ സാധിക്കണോ, ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാൻ സാധിക്കണോ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത്, മുത്തുനബിയോടുള്ള മഹബ്ബത്ത്, അള്ളാഹു മഹബ്ബത്ത് വെച്ചതിനോടുള്ള മഹബ്ബത്ത്, അങ്ങനെ ഹൃദയത്തിൽ നിന്ന് വല്ലാത്തൊരു കണ്ണുനീര് വരണം. നമുക്ക് ഫയർഫോഴ്സ് വന്നാൽ പലപ്പോഴും തീപിടിച്ച സ്ഥലത്ത് ഫയർഫോഴ്സുകളൊക്കെ എത്തി 3 ദിവസം തീ കെടുത്തിയിട്ടും തീ അണഞ്ഞില്ല എന്നൊക്കെ ചിലപ്പോൾ അഹമ്മദാബാദിൽ വിമാനത്തിൻ്റെ ദുരന്തമുണ്ടായി. അതിൻ്റെ തീ കെടുത്തിയ വാർത്ത വായിച്ചപ്പോൾ 3 ദിവസം തീ കെടുത്തിയിട്ടും ഇനിയും തീ കത്തിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തീ കെടുത്തി പൂർത്തിയായിട്ടില്ല. പെട്രോളിയം കമ്പനിയുടെ ടാങ്കിന് തീ പിടിച്ചു, തീ കെടുത്തിയിട്ട് ഫയർഫോഴ്സുകൾ ധാരാളം, അത് കെടുത്താൻ സാധിക്കുന്നില്ല, തുടർന്നുകൊണ്ട്. ഇതൊക്കെ നമ്മൾ ഇടക്കിടക്ക് വാർത്ത വായിക്കാറുണ്ട്. എന്നാൽ ദുനിയാവിലുള്ള മുഴുവൻ തീയും ഒരുമിച്ച് കൂട്ടിയാൽ അതിൻ്റെ എത്രായിരം ഇരട്ടിയാണ് നരകത്തിൻ്റെ തീ. ആ നരകത്തിൻ്റെ തീ നമ്മളെ ഒറ്റയടിക്ക് വിഴുങ്ങി അങ്ങ് കരിച്ചു കളയാൻ കൊണ്ടുപോകുമ്പോൾ ആ സമയത്ത് ആള് കത്തിക്കൊണ്ട് നരകാഗ്നിയുടെ ശക്തി കെടുത്തിക്കളയാൻ കഴിവുള്ള ഒരു വെള്ളം നമ്മുടെ കണ്ണിൽ അല്ലാഹു തആല തന്നിട്ടുണ്ട്. മഹബ്ബത്തിൻ്റെ കണ്ണുനീർ, ഖൗഫിൻ്റെ കണ്ണുനീർ, റജാഇൻ്റെ കണ്ണുനീർ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 10 തരം കണ്ണുനീറുകൾ ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഫൽയദ്ഹഖു ഖലീല വൽയബ്കു കസീറ എന്ന് പറഞ്ഞുകൊടുത്ത് രേഖപ്പെടുത്തിയത് കാണും. നമുക്ക് അള്ളാഹുവിനെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് എനിക്ക് കണ്ണ് തന്ന അള്ളാഹ് പടച്ചവനെ ഓർത്ത് കരയുക, എനിക്ക് നാവ് തന്ന അള്ളാഹ് റബ്ബിൻ്റെ സ്തുതിച്ചുകൊണ്ട് കരയുക, എനിക്ക് കൈകാലുകൾ തന്ന അള്ളാഹ്, എനിക്ക് ഭാര്യയെ തന്ന അള്ളാഹ്, എനിക്ക് ഉമ്മയെ തന്ന അള്ളാഹ്, എനിക്ക് മക്കളെ തന്ന അള്ളാഹ്, എനിക്ക് ഈ നിഅമത്തുകളൊക്കെ തന്ന അള്ളാഹ് അള്ളാഹ് അള്ളാഹ്. അപ്പോൾ നമുക്ക് അള്ളാഹിനോട് വല്ലാത്ത ഒരു മഹബ്ബത്തിൻ്റെ ഒരു കണ്ണുനീർ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമുക്ക് അള്ളാഹുവിനെ നൽകിയത്, അള്ളാഹുവിനെ പഠിപ്പിച്ചെന്നത്, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ഖുർആൻ നമുക്ക് വാങ്ങിത്തന്നത്, അഹ്കാമുകൾ നമുക്ക് വാങ്ങിത്തന്നത്, ലോകത്ത് കോടാനക്കോടി ജനങ്ങളിൽ നിന്ന് നമ്മെ വേർതിരിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ 24 മണിക്കൂറും ചിട്ടപ്പെടുത്തിയ ഒരു ജീവിതം നമുക്ക് വരച്ച് കാണിച്ചെന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓരോന്നും ഇങ്ങനെ ഓർക്കുമ്പോൾ നബി തങ്ങളോടുള്ള മഹബ്ബത്ത്, ആ മഹബ്ബത്തിൻ്റെ കണ്ണുനീർ, ആ മഹബ്ബത്തിൻ്റെ കണ്ണുനീർ. സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും ഒരു ദിവസം ചർച്ച ചെയ്തു, നമുക്കൊന്ന് ഉമ്മു ഐമനെ കാണാൻ പോകല്ലേ. ആരാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ? മൻ സറഹു അൻ യൻദുറ ഇല ഇംറഅത്തിൻ തംശി ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് സഞ്ചരിക്കുന്ന പെണ്ണിനെ നിങ്ങൾക്ക് കാണണോ? ഉമ്മു ഐമനെ കണ്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിരിക്കുന്ന സഹോദരിയാണ് ഉമ്മു ഐമൻ. കറുത്ത വർഗ്ഗക്കാരിയാണ്, വീട്ടുവേലയായി ജോലി ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ്. റസൂലുള്ളാഹിനെ പ്രസവിക്കുമ്പോൾ പ്രസവ ശുശ്രൂഷയുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സഹോദരി ഉമ്മു ഐമൻ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ മുത്തുനബി കല്യാണം ചെയ്തു, അവിടെ ശുശ്രൂഷക്ക് ഉമ്മു ഐമൻ. ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പ്രസവിക്കുമ്പോൾ അവിടെ ശുശ്രൂഷക്ക് ഉമ്മു ഐമൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിക്ക് മോളുണ്ടായി, ആ മോള് ഫാത്തിമ പ്രസവിക്കുമ്പോൾ അവിടെ ശുശ്രൂഷക്ക് ഉമ്മു ഐമൻ. റസൂലുള്ളാഹി വഫാത്തായി പിന്നെയും കുറച്ച് കഴിഞ്ഞിട്ടാണ് ഉമ്മു ഐമൻ്റെ വഫാത്ത്. ആ ഉമ്മു ഐമൻ ജീവിച്ചിരിപ്പോൾ സിദ്ദീഖ് തങ്ങളും ഉമർ ഖത്താബ് തങ്ങളും കൂടി നമുക്കൊന്ന് ഉമ്മാനെ കാണാൻ പോവുക. റസൂലുള്ളാഹി ഉള്ള സമയത്ത് പലപ്പോഴും കണ്ടിരുന്ന ഉമ്മയല്ലേ. അവർ രണ്ടുപേരും ഉമ്മു ഐമൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ രണ്ടാളെ കണ്ണിൽ നിന്നും കുടുതുകുട കണ്ണുനീര് വന്നു. ബഹുമാനപ്പെട്ട ഉമ്മു ഐമൻ തങ്ങളും കരഞ്ഞു. അവർ 3 പേരുടെയും കണ്ണുനീർ അത് മഹബ്ബത്തിൻ്റെ കണ്ണുനീരായിരുന്നു, മഹബ്ബത്തിൻ്റെ കണ്ണുനീരായിരുന്നു. ആ മഹബ്ബത്തിൻ്റെ കണ്ണുനീർ നരകാഗ്നി കത്തിജ്വലിച്ച് നിൽക്കുമ്പോൾ നമുക്ക് നേരെ വരുന്ന നരകത്തിൻ്റെ തീ കെടുത്തിക്കളയാൻ ആ മഹബ്ബത്തിൻ്റെ കണ്ണുനീരിന് കഴിവുണ്ട്. മുഅ്മിനുകളെ, നാം മഹബ്ബത്തിൻ്റെ കണ്ണുനീർ ഒഴിക്കണം. അല്ലാഹ്, ഒരു സിഗരറ്റ് വലിക്കുന്ന ആള് തല മാറി വലിച്ചാൽ ചുണ്ടാകെ പൊള്ളിപ്പോകും, അതിൻ്റെ ചൂട് സഹിക്കാൻ കഴിയില്ല. എങ്കിൽ നരകത്തെപ്പറ്റി ഓർത്തുകൊണ്ട് ഖൗഫിൻ്റെ കണ്ണുനീര് വരണം, അത് നരകത്തിൻ്റെ തീ കെടുത്തിക്കളയും. കണ്ണുനീരിന് വല്ലാത്ത വിലയുണ്ട്.
ബൈഅത്തുർ റിദ്വാൻ നടക്കുകയാണ്. ആ മരച്ചുവട്ടിൽ 84 സ്വഹാബാക്കളുണ്ട്. അവരൊക്കെ മുത്തുനബിയെ ബൈഅത്ത് ചെയ്തു. എല്ലാവരും ബൈഅത്ത് ചെയ്തു. അവസാനം 84ാമത് ബൈഅത്ത് ചെയ്യുന്നത് ആരാണ്? ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ ചോദിക്കുന്നുണ്ട്, നബിയെ, ഈ ബൈഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് എന്തൊക്കെയാണാവോ നേട്ടം കിട്ടാൻ പോകുന്നത്? അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊണ്ട് ബൈഅത്ത് ചെയ്തവർക്ക് ദുഖൂലുൽ ജന്ന, സ്വർഗ്ഗപ്രവേശമാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലുത്. അവസാനത്തെ സ്വഹാബി ബൈഅത്ത് ചെയ്യുമ്പോൾ ഇതങ്ങ് പറഞ്ഞ സമയത്ത് മുകൾ ഭാഗത്ത് നിന്ന് കണ്ണുനീരിങ് ഉറ്റി വീണു. റസൂലുള്ളാഹി തങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ കണ്ട് സാക്ഷ്യം വഹിച്ച് നിൽക്കുന്ന ആ മരം കരയുകയാണ്. ആ വൃക്ഷത്തിൻ്റെ കണ്ണുനീരിങ്ങോട്ട് വീണപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മാലക്കി, നിനക്ക് എന്ത് പറ്റിപ്പോയി? ആ സമയത്ത് റസൂലുള്ളാഹിനോട് ആ മരം പറയുന്നു, നബിയേ, എൻ്റെ തണലിലിരുന്നു കൊണ്ട് നിങ്ങളൊക്കെ ബൈഅത്ത് ചെയ്ത് നിങ്ങളൊക്കെ സ്വർഗത്തിലെത്തും. ഞാനിവിടെ കടന്ന് ഉണങ്ങി, എൻ്റെ ഇലകളൊക്കെ കൊഴിഞ്ഞുപോയി, എൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞുപോയി, ഞാനങ്ങനെ ചുള്ളിയൊക്കെ നഷ്ടപ്പെട്ട് ഞാനങ്ങനെ ഉണങ്ങി തീരുകയല്ലേ. ആ മരം കരഞ്ഞപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ആ കണ്ണീരിനെ വില കൽപ്പിച്ചുകൊണ്ട് അന്തിമിൻ അഹ്ലിൽ ജന്ന, നീയും സ്വർഗാവകാശിയാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. അല്ലാഹു റബ്ബി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ മെമ്പറും വയനാട് ജില്ലാ ജംഇയ്യത്തുൽ ഉലമ അധ്യക്ഷരുമെല്ലാം ആയ ബഹുമാനപ്പെട്ട വയനാട് ഹസൻ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. നമുക്ക് ബഹുമാനപ്പെട്ട ബദറു സാദാത്ത് തങ്ങൾ എത്തുന്നുണ്ട്, പേരോട് ഉസ്താദ് വരുന്നുണ്ട്, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാ ആലിമീങ്ങളും സാദാത്യങ്ങളും ഒക്കെ വരാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ വേദിയിൽ പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട വണ്ടൂർ ഉസ്താദുണ്ട്, അതേപോലെ തന്നെ കൊളത്തൂർ അലവി സക്കാഫിയുണ്ട്, നമ്മുടെ ആറ്റുപുറം അലി ഉസ്താദുണ്ട്, ബഹുമാനപ്പെട്ട അബ്ദുൽ ഉസ്താദ് നേരത്തെ അസറിന് ശേഷം ഒരു ആത്മീയ ചൈതന്യം നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു റൂഹിൻ്റെ ഭക്ഷണം നൽകിക്കൊണ്ട് ഒരു ക്ലാസ് തൊട്ട് മുമ്പ് ഇവിടെ കഴിഞ്ഞു. എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ആളുകളൊക്കെ എത്തുന്നത് വരെ കുറച്ച് കൂടുതൽ ഒച്ചുള്ള ഒരാൾ പറയാന്നുള്ള നിലക്കായിരിക്കും ഇന്ന ആദ്യം ക്ഷണിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകുമാറാവട്ടെ.